അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം പുതുവർഷം ഏറ്റവും ശ്രദ്ധിക്കുന്നത് സ്കൂളുകളിലെ അക്കാദമിക് നിലവാരത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനായി ജൂൺ 15 മുമ്പ് എല്ലാ സ്കൂളുകളും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൂല്യനിർണ്ണയ രീതിയിലും വലിയ മാറ്റമുണ്ടാകും. സ്കൂൾ സംവിധാനത്തെ ആകെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പഠന നിലവാരം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളുടെ മാനസികമായ ഉന്നമനവും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ സ്വാത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ. അക്കാദമിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് ഈ വർഷം സമഗ്ര ഗുണമേന്മാ വർഷമായി കണക്കാക്കുമെന്ന് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. പാഠപുസ്തകങ്ങൾ പൂർണ്ണമായും അച്ചടിച്ച് കഴിഞ്ഞ അധ്യയന വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ സ്കൂളുകളിൽ എത്തിക്കാനായി എന്നത് ചരിത്രമാണ്. പഴയ അറിവ് പുതുക്കൽ, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം, ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ, വ്യക്തി ശുചിത്വം, ആരോഗ്യശീലം, മൊബൈൽ ഫോൺ ഉപയോഗത്തിലെ വിവേചന ബുദ്ധി, പൊതുമുതൽ സംരക്ഷണം, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ്, പരസ്പര സഹകരണം തുടങ്ങിയവയാണ് അധ്യയന വർഷാരംഭത്തിലെ ആദ്യ 2 ആഴ്ചക്കാലം പകർന്നു നൽകുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇവിടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ കുഞ്ഞുങ്ങളുടെയും കൈകളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ കഴിഞ്ഞ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ തന്നെ എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ പൊതുസമൂഹത്തിന് ഇക്കാര്യത്തിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. ഈ കാര്യങ്ങൾ പൂർണ്ണതയിലെത്താൻ പൊതുസമൂഹം അതിൻ്റെതായ പങ്ക് വഹിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം ഉറപ്പാക്കൽ വളരെ പ്രധാനമാണ്. നമുക്ക് ഒരുമിച്ച് അതിനെ നീങ്ങേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ വർഷം ഒരുപാട് പ്രത്യേകതകൾ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുള്ളതാണ്. പാഠപുസ്തക രചനയിൽ വിദ്യാർത്ഥികളെ നെഞ്ചോട് ചേർത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും പ്രിന്റ് ചെയ്ത് തയ്യാറാക്കി 3 കോടി പാഠപുസ്തകങ്ങൾ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്കൂളിൽ എത്തിച്ചത് ഒരു ചരിത്ര സംഭവമാണെന്നുള്ള കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികളുടെ രചനകൾ പാഠപുസ്തകങ്ങളിൽ ഇടം പിടിച്ചു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. എന്തിന് കുട്ടികളുടെ അഭിപ്രായം കേട്ടാണ് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പോലും നമുക്ക് അഭിമാനിക്കാൻ കഴിയും. അത് മാത്രമല്ല, കുട്ടികൾക്ക് വായിക്കുവാനും വളരുവാനും നിരവധി പുസ്തകങ്ങൾ SCERT പുറത്തിറക്കിയിട്ടുണ്ട്. മന്ത്രിമാരായ പി പ്രസാദ്, സജി ചെറിയാൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം രചിച്ച ഭദ്രാഹരിയെ മുഖ്യമന്ത്രി പ്രത്യേക ഉപഹാരം നൽകി അനുമോദിച്ചു. ഭദ്രാഹരിയുടെ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ച അൽഫോൺസ് ജോസഫിനെയും ആദരിച്ചു. നവാഗതരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചു. ഇവർക്ക് മുഖ്യമന്ത്രി സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേട്ടങ്ങൾ സംബന്ധിച്ച പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി സജി ചെറിയാന് നൽകി പ്രകാശനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ പി ചിത്തരഞ്ജൻ എം.എൽ.എമാരായ H. സലാം, ദലീമ എം, S. അരുൺകുമാർ, U. പ്രതിഭ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ S. ഷാനവാസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.